രണ്ട് ജീവിതം, ഒന്ന് ഇവിടം കൊണ്ട് തീരുന്നതെങ്കിൽ മറ്റേത് നിലനിൽക്കുന്നതാണ്. ലോകത്തിനുള്ളത് ചിന്തിച്ചും ലോകത്തിനായി ജീവിച്ചും ലോകമോഹങ്ങളിൽ മുഴുകിയിരുന്നും ജീവിക്കുന്നവരുടെ ജീവിതമാണ് ഒന്നാമത്തേതെങ്കിൽ, ഉയരത്തിലുള്ളത് ചിന്തിച്ചും യേശുവിനായി ജീവിച്ചും ദൈവ ഇഷ്ടങ്ങളിൽ ജീവിക്കുവാൻ പ്രിയപ്പെടുന്നവരുടെയും ജീവിതമാണ് രണ്ടാമത്തേത്. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 2-ാം അധ്യായം 17-ാം വാക്യം: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവേഷ്ടം ദൈവവചനത്തിൽ അധിഷ്ഠിതമാണ്. ആരെങ്കിലും ദൈവേഷ്ടം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ദൈവവചനം അനുസരിക്കുന്നു എന്ന് സാരം. ദൈവ ഇഷ്ടം സമം ദൈവവചനം. ദൈവത്തെ നാം സ്നേഹിക്കുവാൻ ആരംഭിക്കുമ്പോൾ ദൈവേഷ്ടം ചെയ്യുവാൻ നാം പ്രിയപ്പെടുകയാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ 2 സ്നേഹങ്ങളെ താരതമ്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒന്ന് ലോകസ്നേഹം, അത് കടന്നു പോകുന്ന സ്നേഹം. 2 ദൈവസ്നേഹം, അത് നിലനിൽക്കുന്ന സ്നേഹം. ശാശ്വതമായ ദൈവസ്നേഹത്തിനും ദൈവ ഇഷ്ടത്തിനും പകരമായി ലോകം പ്രദാനം ചെയ്യുന്ന കടന്നു പോകുന്ന കാര്യങ്ങളിൽ പലരും ശ്രദ്ധ കൊടുക്കുന്നു. അത് വിഡ്ഢിത്തമായി പോയി എന്ന് പലരും വൈകി മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. എന്നാൽ ദൈവ ഇഷ്ടം ഈ താൽക്കാലിക ലോകത്തിനും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ്. ഇക്കഡോറിൽ യേശുവിനായി രക്തസാക്ഷിത്വം വഹിച്ച ജിം എലിയോട്ട് പറഞ്ഞ ഒരു വാചകം അത്രേ: ഹി ഈസ് നോ ഫൂൾ ഹു ഗീവ്സ് അപ്പ് വാട്ട് ഹി കനോട്ട് കീപ് ഇൻ ഓർഡർ ടു ഗെയിൻ വാട്ട് ഹി കനോട്ട് ലൂസ്. തനിക്ക് നഷ്ടപ്പെടുത്തുവാൻ കഴിയാത്തത് നേടിയെടുക്കുവാൻ വേണ്ടി സൂക്ഷിക്കുവാൻ കഴിയാത്തത് ഉപേക്ഷിക്കുന്ന വ്യക്തി ഭോഷനല്ല. ഇന്ന് നാം ദൈവ ഇഷ്ടത്തിന് വേണ്ടി ലോക ഇഷ്ടം ഉപേക്ഷിക്കുന്നത് ഒരു ഭോഷത്വമായി ചിലർക്ക് തോന്നിയേക്കാം. പലതും വിട്ടതുകൊണ്ട് നാം എന്ത് നേടി എന്ന് ചിന്തിക്കുന്നുമുണ്ടാകാം. പാട്ടുകാരൻ അതിനുള്ള ഉത്തരം നൽകുന്നത് ഇങ്ങനെ: ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും, ലോകം വെറുത്ത വില നാം അന്നാൾ അറിയും. എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവിതം ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഈ താൽക്കാലിക ജീവിതത്തിൽ നാം ഉപേക്ഷിക്കേണ്ടുന്നത് ഉപേക്ഷിക്കുവാൻ, തഴയേണ്ടത് തഴഞ്ഞു കളയുവാൻ, വെറുക്കേണ്ടത് വെറുക്കുവാൻ നമുക്ക് വീണ്ടും ഒരു തീരുമാനമെടുക്കാം. ദൈവ ഇഷ്ടവും ലോക ഇഷ്ടവും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിയില്ല. ഇരുതോണിയിൽ കാലുവയ്ക്കുവാനും 2 യജമാനന്മാരെ സേവിക്കുവാനും കഴിയുകയില്ല. ലോകസ്നേഹത്തെ വെറുക്കാം, ദൈവ ഇഷ്ടത്തെ മുറുകെ പിടിക്കാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.